ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ സിംഗർ സീസൺ 10 ഒരു ഷൂട്ട് ഡേ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഒരു 5:45 ഞങ്ങൾ ഇറങ്ങി സാദിയ ചേച്ചിനെയൊക്കെ പിക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഷൂട്ട് ഡേയ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാം. ഹായ്, ഞാൻ ഇവിടത്തേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഇതിന് ഈ ഒരു കോട്ടും കൂടെ ഇടണം. മേക്കപ്പ് ഒക്കെ ഇട്ട് ശരിയായി നമ്മൾ റെഡിയായി ഗായ്സ്. വാട്ട് ഇസ് ദ ടൈം നൗ? 8:50 ആ ഒരു സമയത്തേക്ക് നമ്മൾ റെഡിയായി ഗൈസ്. അങ്ങനല്ല നീ ഇങ്ങനെ പാടുമ്പോ ഞാനിങ്ങനെ പാടണം. ഓക്കെ. ഒന്നുകൂടെ 1 2 3 4. ഓക്കെ, 1 2 3. ഫ്രോസൺ പ്രിൻസസ്. പിന്നെ ആരൊക്കെയായിരുന്നു രണ്ടുപേരുടെ പേര്? ആന മൂത്തതല്ലേ? ആന എൽസ ഇളയതല്ലേ? എന്നാ ആന ഞാൻ ഞാനും ശ്വേത ചേച്ചിയും സാദിയ ചേച്ചിയൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബ്രഷും അതൊക്കെ ഒന്ന് മെസ്സായി പോകണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നാലും. പക്ഷേ ശ്വേത ചേച്ചി പ്രോ ആണ്. ശ്വേത ചേച്ചിയാണ് നമ്മളൊക്കെ മേക്കപ്പ് ഇടാൻ വേണ്ടി പഠിപ്പിച്ച് തന്നത്. ഹെയറൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അതുപോലെ തന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ മാറ്റി മാറ്റി ഇടാറുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന കമ്മൽ ശ്വേത ചേച്ചിൻ്റെയാണ്, മാല സാദിയ ചേച്ചിയുടെ ആണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അറിയുന്നില്ല. എന്താ ഇവിടെ നടന്നത്? കുറച്ച് നമ്മളുടെ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് ടീച്ചേഴ്സ് മെയിലിൻ്റെ റൂമും. അപ്പം അശ്വിനാണ് നമ്മളടുത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ റൂം. അയ്യോ, ഇതാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ റൂം. കേട്ടോ, സെലിബ്രിറ്റി ഹരീഷേട്ടാ സെറ്റല്ലേ? അതെ, നമ്മള് റെഡി ആയി നമ്മുടെ ചേൽ വന്നിരിക്കും. നൗഷാദ് മാഷ് സെറ്റല്ലേ? ഇക്ക സെറ്റല്ലേ? അരുണേട്ട സെറ്റ്. പ്ലസ് എല്ലാരും റെഡി. ഇന്ന് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡാണ്. ചിത്രാമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യലാണ്. ഉഷാ ദീദി വരുന്നുണ്ട്, പിന്നെ സത്യനന്ദിക്കാട് വരുന്നുണ്ട്. ചേർ വെക്കുമല്ലോ. ഇത് ഫ്ലോർ മൊത്തം ചേഞ്ച് ആക്കിയിട്ട് ഫുൾ സെലിബ്രേഷൻ മൂഡിലാണ്. ഡാൻസ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോബി മാസ്റ്റർ. എല്ലാവരും ഉണ്ട്. സാറ് ഫുൾ മുണ്ടൊക്കെ കൊടുത്ത് കോൺവെന്റ് സ്കൂൾ ഒരു എനർജി ഇല്ലാതിരിക്കുന്നു. നമ്മുടെ ജഡ്ജിങ് പാനലിൻ്റെ സീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫുൾ ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർട്ട് ടീമിന് നമ്മുടെ ഓഡിയൻസ് ഇതേ, നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാർ ഇതേ, ഷിനു ചേട്ടൻ. നമ്മളെല്ലാവരും റെഡിയായി സ്റ്റേജിലോട്ട് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് നമ്മുടെ ഇന്നിയേഴ്സ് വെക്കുക എന്നുള്ളതാണ്. ഇന്നിയേഴ്സൊക്കെ കറക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇരിക്കും. അതിന് ഓഡിയോ ടീം വരും. ആങ്കറിന് മൈക്ക് വെക്കാനും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഇയർ പീസ് തരാനും ജഡ്ജസിനൊക്കെ ഇയർ പീസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിയോ ടീം വരുന്നത്. ആൻഡ് ദെൻ നമ്മളെല്ലാവരും ഒന്ന് സെറ്റായി ഒന്ന് കൂളായി ഇരിക്കും. കാരണം നമ്മൾ ഫുൾ എനർജിയിൽ ദ ഹോൾ ഡേ നമ്മൾ ഇരിക്കണം. ബിക്കോസ് ഒരു ഡേ, അതായത് ഒരു ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ 2 എപ്പിസോഡാണ്. വിച്ച് മീൻസ് ഒരു സാറ്റർഡേ ഒരു സൺഡേയിലേക്കുള്ള ഷൂട്ടാണ് നമ്മൾ ഒരു ദിവസം എടുക്കുക.
സത്യം പറഞ്ഞാൽ ഷൂട്ട് ഡേയ്സിലൊന്ന് സാറിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കാൻ തന്നെ ടെൻഷനാണ്. പക്ഷേ സാറ് ഭയങ്കര കൂളായിരിക്കും. പക്ഷെ ഞങ്ങൾക്കറിയാം എന്തോരം ടെൻഷൻസും പ്രഷറും സാറിൻ്റെ തലയിൽ കൂടെ ഓടുന്നുണ്ട്. സാറിൻ്റെ തലയിൽ കൂടെ മാത്രമല്ല എല്ലാവരുടെയും. കാരണം ഓരോരാളും അവനവൻ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ഇവരുടെ എല്ലാം പെർഫെക്ഷൻ ആ സർഗോ സാറിൻ്റെ തലയിലും. സത്യത്തിൽ സാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതാണെന്ന് എന്ത് സന്തോഷമാണെന്ന് അറിയോ. കാരണം ആ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയത് എനിക്കായിരിക്കും. അപ്പോൾ സാറിൻ്റെ ഒരു ചിരിച്ച മുഖമൊക്കെ കണ്ട് നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഫുൾ എനർജിയാണ്. അപ്പോൾ നമ്മുടെ വർഷമൊക്കെ വന്നു കഴിഞ്ഞു. നമ്മുടെ ഷൂട്ട് ഏതാനും സമയങ്ങൾക്കുള്ളിൽ തുടങ്ങും. ജോബിൻ മാസ്റ്ററാണ് ഈ ഡാൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ അവരാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്നത് അരുൺ ചേട്ടനാണ്. അരുൺ ചേട്ടൻ എപ്പോഴും സൈൻ വാങ്ങാൻ വരും. മാസ്ക് മാറ്റ്. അക്ബർ ഖാനൊക്കെ ഉള്ളോണ്ട് ചിലപ്പോ എല്ലാരും കണ്ടാലോ. അക്ബർ ഖാനൊക്കെ ഉള്ളോണ്ട് കണ്ടു. ഓ എനിക്ക് വയ്യ. അപ്പോൾ അതേ നമ്മുടെ സിതാര ചേച്ചിയും വിജു ചേട്ടനൊക്കെ എത്തി. അവരുടെ കൂടെയുള്ള അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ കോസ്റ്റ്യൂമിൻ്റെ അവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ജഡ്ജസിൻ്റെ അടുത്തേക്ക് പോകുന്ന LED ചെറിയൊരു ഡാമേജ് അത് അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഷൂട്ട് ടൈമിൽ ആരുടെയും ഫോൺ നമ്മൾ ഫ്ലോറിലേക്ക് കൊണ്ടുവരില്ല, അതൊക്കെ എടുത്ത് വെക്കും. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഷൂട്ട് തുടങ്ങി. സമൂസ തിന്നുന്ന ഷെരീഫ് സാർ ജസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ പോയി. പക്ഷെ എനിക്ക് സമൂസയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കേണ്ടതുകൊണ്ട് ഇതൊക്കെ കൂടി ഇങ്ങോട്ട് വരും. ഞാൻ ഒന്നും കഴിക്കണ്ട. ഈ വീഡിയോ ഒക്കെ ഇട്ടാൽ സാറിനെ തല്ലി കൊല്ലുമെന്നറിയില്ല. എന്നാലും നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ സാഹസം ടീമിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു ആ ഫിലിമിൻ്റെ. സോ അവരുടെ ഒരു വീഡിയോ ഉണ്ട്. ഇത് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം കിട്ടിയ? നല്ല ടേപ്പായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ സ്ഥിരം കിട്ടുന്നതുകൊണ്ട് യാതൊരു ചമ്മലുമില്ല, നല്ല തയമ്പൊന്നുമില്ല. അക്ബർ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കുറച്ച് നേരം? എന്നെ തേച്ച് ഒട്ടിച്ചു. എന്താണ് ഷെരീഫ് ഖാന്റെ ഫാൻസ് കാണേണ്ട എപ്പിസോഡാണ്. ഷെരീഫ് ഖാടെ നല്ല മുഖം വിളിച്ച് സാഹസം ടീമിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജീവ വന്നിട്ടുണ്ടായിരുന്നു. ജീവയും കൂടെ വന്ന് ഷെരീഫ് ഖാൻ്റെ മുഖം പിച്ചി ചീന്തി. അത് ഈ എപ്പിസോഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം സമയം 2:15. നമുക്കിപ്പോഴാണ് ലഞ്ച് ബ്രേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വിശന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ടീച്ചേഴ്സും സർഗോ സാറും ഹരീഷ് ചേട്ടനൊക്കെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം ഗൈസ്. ഞാൻ ഷൂട്ട് ഡേയ്സിൽ ചപ്പാത്തിയാണ് കഴിക്കാറ് ഗൈസ്. ചേച്ചി ഒരു പച്ചക്കറി തോട്ടം നമുക്ക് കാണാം. സാധ്യ ചേച്ചിൻ്റെ വെജാണ്, ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്നവിടെ ബീഫ് ഉണ്ടായിരുന്നു. ഇന്നവിടെ ബീഫ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിക്കില്ല. ബീഫ് കഴിക്കില്ല എന്നല്ല, ഇനി കഴിക്കില്ല. ചേതേച്ചി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ടിം ടാം. അമേരിക്ക അല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന നമുക്ക് കിട്ടിയ ഓസി ചോക്ലേറ്റ്. ആക്ച്വലി ടിം ടാം എനിക്ക് ഇഷ്ടമാണ്. ആരെങ്കിലും ഓസ്ട്രേലിയയിൽ വരുന്നത് എനിക്ക് കൊടുത്തിട്ടു. Thank you, ചേച്ചി. Giving the Tim Tam. You give me one. You wanted one and a two? Yes. Take it. ഞങ്ങൾ ഇന്ന് ഷുഗർ കട്ടാണ്.
ഇന്ന് തൊട്ടോ ഇന്ന് നാളെ തൊട്ട് ഷൂട്ട് ദിവസം ഡയറ്റ് ഒന്നും പറ്റില്ല. ഇനിയുള്ള 3 മാസം ഡയറ്റാണ്. അല്ല അതെ I took one more, 3 മാസം but I need a. ഡയറ്റ് Baru? ഒരെണ്ണം കൂടി തരുമോ? അശ്വിൻ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞിട്ട് പോകണം. ഒന്നിങ്ങനെ വരൂ. Please come in. ഹായ് പറ. അച്ഛനോട് ആദ്യം ഹായ് പറയും. കുട്ടികൾക്ക് കൊടുക്കും. ഇത്രയും പഴുന്നില്ല ബ്ലോഗിൽ പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ റൂമിൽ കയറി വന്ന് നമ്മൾ അറിയല്ല സോറി നാണം കിടക്കുന്ന യുവാവ് വന്നു പോയി. നിങ്ങൾ കണ്ടല്ലോ, പ്രശസ്ത ഗായകനാണ്. താങ്ക്സ്. ആഫ്റ്റർ ബ്രേക്ക് നമ്മളെല്ലാവരും ഫ്ലോറിലേക്ക് എത്തി. ഇപ്പോൾ ഓർക്കസ്ട്രയുടെ റിയാക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പം ഒറിജിനൽ നമ്മൾ റെക്കോർഡിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് മുഴുവൻ ക്യാമറയും നമ്മുടെ കണ്ടസ്റ്റൻറ്റിലോട്ടായിരിക്കും ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഓർക്കസ്ട്രേനൊക്കെ ഇടയ്ക്ക് കാണിക്കുമല്ലോ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റിയാക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൻസൂക്ക നമ്മളെല്ലാവരും സെറ്റിലേ നോക്കുകയാണ്. നമ്മൾ ഇന്നിയേഴ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ വരാൻ. കുട്ടികളെ റിഹേഴ്സൽ എടുക്കുന്ന ടൈമിൽ ഒരു ഗ്യാപ്പിൽ ഞാനിങ്ങനെ നേരെ കോൺവെൻറ്റിൽ പോയിട്ടൊക്കെ ഇറക്കിയിരിക്കുകയാണ്. അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരാം. അവിടെ പോയാൽ ഇതുപോലൊക്കെ നടക്കും. കുറുമ്പി എന്തിനാ കുറുമ്പിയാവുന്ന അച്ചാളത്തൊന്നും അറിയാതെ വൈബ് ചെയ്തൊക്കെ അതാണ് മോനെ മെയിൻ. കാരണം നമ്മുടെ ലാലേട്ടൻ വരികയാണ് ഗായ്സ്. മൊത്തത്തിൽ നമ്മുടെ ഫ്ലോർ മുഴുവൻ ലാലേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ലാലേട്ടനും സത്യനന്ദിക്കാട് സാറും വന്നു കഴിഞ്ഞാൽ പാടാനുള്ള പാട്ടിൻ്റെ റിഹേഴ്സലാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ വരാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം. എന്താ തോന്നുന്നത്? അതോ ഇരുമ്പേ തകരേ പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ ചവിട്ടി മെത്തൈ അല്ലാണ്ട് പാട്ട് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടപ്പോ ഈ പണിയൊക്കെ മാറ്റിയിട്ട് വെറുതെ അല്ല എന്റെ പാട്ടൊക്കെ തെറ്റുന്നുണ്ടാ. സോറി. പഴയ ചെമ്പുള്ളി പാത്രങ്ങളെ, സ്റ്റീൽ പാത്രങ്ങളെ നാരങ്ങ കൂടെ വരുന്നുണ്ടാവില്ല. പിന്നെ മറ്റേ പത്തടി പാലം അതൊക്കെ പറയണ സാധനം. ഇനം ചീരയുടെ വിത്ത് വിളിക്ക് 1800405 അവര് പോക്കൂല പാല. ഇതെന്താണ് കാണുന്നത്? അതേപോലെ തന്നെയാണ് മറ്റവളെ ടോണം ആശാഞ്ഞേ. അത് ഭയങ്കര സിമിലറാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ മഹാനടൻ ലാലേട്ടൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എല്ലാം ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു. എനിക്ക് വിഷമമായി. എനിക്ക് ലാലേട്ടനോട് ഫോട്ടോ കിട്ടി. ഞാൻ ആ ഫോട്ടോ എടുത്ത ഫോട്ടോയിൽ ഞാൻ എവിടെ ഇല്ല. എനിക്ക് വിഷമമായി. So I'm not happy. Okay, everybody, we had one of the best days. എനിക്ക് സന്തോഷമില്ല. കാരണം എനിക്ക് ഞാൻ ലാലേട്ടന്റെ കൂടെ നിങ്ങൾ എല്ലാവരും എടുത്ത ഫോട്ടോയിൽ ഞാനില്ല. ലാലേട്ടൻ വന്നപ്പോ ലാലേട്ടന്റെ തൊട്ട് ബാക്കിൽ ഇങ്ങനെ പോയി നിന്ന് so that I will get captured in the video. ഞാനില്ല. ഞാൻ മറ്റേ ഏതോ ഹൈറ്റുള്ള ആരുടെ പുറകിലായിരുന്നു. ഞാൻ അതില് ഞാൻ ക്യാമറ അല്ലേ എന്റെ അതായത് ഞാൻ ക്യാമറയെ കാണുന്നില്ല. പിന്നെ എങ്ങനെയാ ക്യാമറ എന്നെ കാണുന്നത്? അറ്റ് ലാസ്റ്റ് റൂമിലെത്തി. കുറെ തലയിൽ കുറെ ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലാലേട്ടനെ അടുത്ത് കാണാൻ പറ്റില്ല. എനിക്ക് വിഷമമായി. എനിക്ക് ശരിക്കും സങ്കടമായി. ദൂരെ എന്നാണെങ്കിലും കണ്ടല്ലോ.
അങ്ങനെ ആ ഒരു വിഷമത്തിൽ അതിന് എന്ത് ചെയ്യാമെന്ന ആലോചനയിൽ അതിനൊരു തീരുമാനമായ ശേഷം സന്തോഷത്തോടെ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ സി യു ആൾ നെക്സ്റ്റ് വീഡിയോ.